ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി വിപണി തുടർച്ചയായി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും പ്രധാന നിലവാരമായ മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ 23,200 എന്ന നിലവാരത്തേക്ക് എത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള വിപണികളിൽ മികച്ച മുന്നേറ്റമാണ്. അത് കാണിക്കുന്നത് മറ്റു വിപണികളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നമ്മുടെ വിപണിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ്. ഇടയ്ക്കൊരു ദിവസം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപത്തിലായിരുന്നു. മാത്രമല്ല അതിനെ പിന്തുടർന്നുകൊണ്ട് ഇന്നലെയും വിപണിയിൽ ഒരു നല്ല നിക്ഷേപം നടത്തി. ഏതാണ്ട് 3,100 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നടത്തിയത്. അതും ഒരു വിപണിക്ക് പ്രോത്സാഹനം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പന സാഹചര്യത്തിൽ നിന്നും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ മാറിയതും ഒപ്പം ആഗോള വിപണികൾ അനുകൂലമായി നിലനിൽക്കുന്നതും വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിട്ടുണ്ട്. ഏതാണ്ട് 2000 പോയിന്റാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ മാത്രം ഉണ്ടായത്. ഇനി വരും ദിവസങ്ങളിലും മറ്റു മേഖലകളിലൂടെ ഈ ഒരു നിക്ഷേപ താല്പര്യം തുടരുകയാണ് തീർച്ചയായും അത് സൂചികളെ ഉയർന്ന നിലവാരത്തേക്ക് എത്തിച്ചേക്കാം. രണ്ടാം നിര ചെറുകിട ഓഹരികളും സമാനമായ ഒരു നിക്ഷേപ താല്പര്യം തന്നെയാണ് കാണുന്നത്. ഇനി 23,500 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത ഉണ്ടാവും. എന്നാൽ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ നാളിതുവരെ കുറച്ച് ദിവസങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയൊരു മുന്നേറ്റം ഒരുപക്ഷെ നിക്ഷേപകർ ലാഭമെടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറ്റിയേക്കും ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.